നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. NHS ഇംഗ്ലണ്ടിനെ പിരിച്ചുവിട്ട് ട്രസ്റ്റുകളുടെ പ്രവർത്തന നിയന്ത്രണം ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ. ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഈ തീരുമാനമായി പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാമർ. ഫെഡറൽ ഏജൻസികളെ പിരിച്ചുവിട്ട ആയിരക്കണക്കിന് പ്രൊബേഷണറി തൊഴിലാളികളെ തിരിച്ചെടുക്കണം. നിർണായക ഉത്തരവുമായി കാലിഫോർണിയ ജഡ്ജി. ട്രംപ് ഭരണകൂടം കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നു. 30 ദിവസത്തിൽ കൂടുതൽ US സന്ദർശിക്കുന്ന കനേഡിയന്മാർ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്യണം. പുതിയ നിയമം അടുത്ത മാസം പ്രാബല്യത്തിൽ. സിറിയയിൽ ഇനി സ്ത്രീകൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യം. ഭരണഘടനാ പ്രഖ്യാപനത്തിൽ സിറിയൻ നേതാവ് അഹമ്മദ് അൽ-ഷറ ഒപ്പുവെച്ചു. US മധ്യസ്ഥതയിൽ ഉക്രൈനുമായി ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് തനിക്ക് നിരവധി ചോദ്യങ്ങളുണ്ടെന്ന് വ്ളാഡിമിർ പുടിൻ. പോരാട്ടം നിർത്തലാക്കാനുള്ള US നിർദ്ദേശങ്ങളോട് യോജിക്കുന്നുണ്ടെന്നും പുടിൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പട്ടികയിൽ ഓസ്ട്രേലിയൻ മാംസം കയറ്റുമതിയും ഇടം പിടിച്ചിരിക്കുന്നുവെന്ന് റിപ്പോർട്ട്. ട്രെയിൻ യാത്രാ ദുരിതത്തിൽ വലഞ്ഞ സിഡ്നിയിലെ യാത്രക്കാർ. വ്യാപകമായ ട്രെയിൻ കാലതാമസം നേരിടുന്നതിനാൽ യാത്രയ്ക്കായി മറ്റ് വഴികൾ തേടണമെന്ന് ഗതാഗത ഉദ്യോഗസ്ഥർ. വാർത്തകൾ വിശദമായി. NHS ഇംഗ്ലണ്ടിനെ പിരിച്ചുവിട്ട് ട്രസ്റ്റുകളുടെ പ്രവർത്തനം നിയന്ത്രണം ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലാകും. ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഈ തീരുമാനം പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാമറാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. ഈ പുതിയ തീരുമാനത്തോടെ ഇംഗ്ലണ്ട് തൊഴിൽ മാന്ദ്യത്തിലേക്ക് പോകും. ആശുപത്രികളുടെയും GPകളുടെയും കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസിന്റെയും എല്ലാം ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് NHS ഇംഗ്ലണ്ടാണ്. ഇനി മുതൽ ഇവയുടെ എല്ലാം പ്രവർത്തനം ആരോഗ്യ സാമൂഹ്യക്ഷേമ മന്ത്രാലയം നേരിട്ടാകും നിയന്ത്രിക്കുക. 14,400 പേർ ജോലി ചെയ്തിരുന്ന NHS ഇംഗ്ലണ്ട് എന്ന ഭരണ സംവിധാനം ഇല്ലാതാകുന്നതോടെ ആരോഗ്യഭരണ രംഗത്തെ ചുവപ്പ് നാട് അപ്പാടെ ഇല്ലാതാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. പ്രതിവർഷം 500 മില്യൺ പൗണ്ടാണ് NHS ഇംഗ്ലണ്ടിന്റെ പ്രവർത്തന ചെലവായി മാത്രം വകയിരുത്തിയത്. ഫെഡറൽ ഏജൻസികളെ പിരിച്ചുവിട്ട ആയിരക്കണക്കിന് പ്രൊബേഷണറി തൊഴിലാളികളെ തിരിച്ചെടുക്കാൻ കാലിഫോർണിയയിലെ ഫെഡറൽ ജഡ്ജി വില്യം H. അൽസപ്പി ഉത്തരവ് പുറപ്പെടുവിച്ചു. അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ഫയൽ ചെയ്ത കേസിന്റെ ഭാഗമായാണ് ഉത്തരവ്. പ്രതിരോധ വകുപ്പ്, വെറ്ററൻസ് അഫയേഴ്സ് വകുപ്പ്, കൃഷി വകുപ്പ്, ഊർജ്ജ വകുപ്പ്, ആഭ്യന്തര വകുപ്പ്, ട്രഷറി വകുപ്പ് എന്നിവിടങ്ങളിലെ പിരിച്ചുവിട്ട പ്രൊബേഷണറി ജീവനക്കാർക്ക് ഉത്തരവ് ബാധകമാകുന്നത്. ട്രംപ് ഭരണകൂടം കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നു. 30 ദിവസത്തിൽ കൂടുതൽ US സന്ദർശിക്കുന്ന കനേഡിയന്മാർ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്യാനും വിരലടയാളം പതിപ്പിക്കാനുമാണ് നിർദ്ദേശം. 14 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവർ 30 ദിവസമോ അതിൽ കൂടുതലോ US താമസിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അധികാരികൾ രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിയമം. ഏപ്രിൽ 11 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. സിറിയയുടെ 5 വർഷത്തെ പ്രവർത്തന കാലയളവിനെ നിയന്ത്രിക്കുകയും സ്ത്രീകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു ഭരണഘടനാ പ്രഖ്യാപനത്തിൽ സിറിയൻ നേതാവ് അഹമ്മദ് അൽ-ഷറ ഒപ്പുവെച്ചു. ഇത് രാജ്യത്തിന് ഒരു പുതിയ ചരിത്രത്തിന്റെ തുടക്കത്തെ കുറിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്ലാമിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ള വിമതർ ബഷാർ അൽ അസദിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിച്ച് 3 മാസത്തിന് ശേഷമാണ് ഈ പ്രഖ്യാപനം. US മധ്യസ്ഥതയിൽ ഉക്രൈനുമായി ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് തനിക്ക് നിരവധി ചോദ്യങ്ങളുണ്ടെന്ന് വ്ളാഡിമിർ പുടിൻ. റഷ്യ അത്തരമൊരു ഉടമ്പടിക്ക് സമ്മതിക്കുന്നതിന് മുമ്പ് പാലിക്കേണ്ട നിരവധി സമഗ്രമായ വ്യവസ്ഥകൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. പോരാട്ടം നിർത്തലാക്കാനുള്ള US നിർദ്ദേശങ്ങളോട് യോജിക്കുന്നുണ്ടെന്നും എന്നാൽ സംഘർഷത്തിന്റെ മൂലകാരണങ്ങൾ പരിഹരിക്കാനാണ് ആദ്യം ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ ഫിലിപ്പൈൻസ് പ്രസിഡന്റ് റോഡ്രിഗോ ഡുട്ടർട്ടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഹാജരാകുമെന്ന് റിപ്പോർട്ട്. മയക്കുമരുന്നിനെതിരായ യുദ്ധമെന്ന ക്യാമ്പയിന്റെ ഭാഗമായി 10,000-കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയതായി മനുഷ്യാവകാശ സംഘടനകൾ ആരോപിച്ചതിനെ തുടർന്ന് ഡുട്ടർട്ടെക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തിയിരുന്നു. തുടർന്നായിരുന്നു അറസ്റ്റ്. ഡുട്ടർട്ടെ ഹോങ്കോങ്ങിൽ നിന്ന് എത്തിയതിന് പിന്നാലെയാണ് അറസ്റ്റ് ചെയ്തത്. ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമത്തെ ഗ്രീൻലാൻഡ് നിയുക്ത പ്രധാനമന്ത്രിയായ ജെൻസ് ഫ്രെഡറിക് നീൽസൺ തള്ളിക്കളഞ്ഞു. ഡെൻമാർക്കിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിലേക്ക് നീങ്ങുമ്പോൾ ഗ്രീൻലാൻഡുകാരെ അവരുടെ ഭാവി സ്വയം തീരുമാനിക്കാൻ അനുവദിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ദ്വീപ് US പിടിച്ചെടുക്കുമെന്ന് ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങളെ അദ്ദേഹം വിമർശിച്ചു. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് US വരുന്ന ഏതൊരു മദ്യത്തിനും 200% തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തി. വ്യാപാര യുദ്ധം രൂക്ഷമാകുന്നതിന്റെ ഏറ്റവും പുതിയ സൂചനയാണിത്. അമേരിക്കയിലേക്കുള്ള എല്ലാ സ്റ്റീൽ, അലുമിനിയം ഇറക്കുമതികൾക്കും ട്രംപ് തീരുവ ചുമത്തിയതിനുള്ള പ്രതികാര നടപടിയാണിത്. US ഉൽപ്പാദിപ്പിക്കുന്ന വിസ്കിയുടെ ഇറക്കുമതിക്ക് 50% നികുതി ഏർപ്പെടുത്താനുള്ള യൂറോപ്യൻ യൂണിയന്റെ പദ്ധതികൾക്കുള്ള മറുപടിയാണ് ഈ ഭീഷണി. പോളിഷ് മണ്ണിൽ ആണവായുധങ്ങൾ സ്ഥാപിക്കാൻ അമേരിക്കയുടെ പോളണ്ട് പ്രസിഡന്റ് ആൻഡ്രേജ് ഡുഡ ആവശ്യപ്പെട്ടു. റഷ്യയെ നേരിടാനായി പോളണ്ടിനെ കൂടുതൽ ശക്തവും സുരക്ഷിതവുമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യ മുൻ സോവിയറ്റ് യൂണിയനെ പോലെ ആക്രമണാത്മകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പനാമ കനാലിലേക്ക് US പൂർണ്ണ പ്രവേശനം ഉറപ്പാക്കാൻ സൈനിക സഹായം നൽകണമെന്ന് ട്രംപ് ഭരണകൂടം പെന്റഗണിനോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട്.
വടക്കേ അമേരിക്കയ്ക്കും തെക്കേ അമേരിക്കയ്ക്കും ഇടയിലുള്ള ഇസ്തുമസിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതും ലോകത്തിലെ ഏറ്റവും തന്ത്രപരമായ പ്രധാനപ്പെട്ട ജലപാതകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നതുമായ പനാമ കനാൽ തിരിച്ചുപിടിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്നാണ് അദ്ദേഹം സൈനിക സഹായം തേടിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പട്ടികയിൽ ഓസ്ട്രേലിയൻ മാംസം കയറ്റുമതിയും ഇടം പിടിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. ഓസ്ട്രേലിയ പോലുള്ള കയറ്റുമതി രാജ്യങ്ങളെ സാരമായി ബാധിക്കുന്ന ഒരു ആഗോള വ്യാപാര യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മേൽ താരിഫ് ഏർപ്പെടുത്താനുള്ള സാധ്യതയെക്കുറിച്ച് US പ്രസിഡന്റിന്റെ നീക്കം ചർച്ചയാകുന്നു. മാംസ കയറ്റുമതിയുടെ തീരുവ $6.2 ബില്യൺ ഉയർത്തുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. വിമാനത്തിൽ തീ പടർന്നതിനെ തുടർന്ന് അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിലെ യാത്രക്കാർ ഒഴിപ്പിച്ചു. കൊളറാഡോ വിമാനത്താവളത്തിലേക്കാണ് ഇവരെ മാറ്റിയത്. ഗുരുതരമായ പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിസ്സാര പരിക്കേറ്റ 12 പേരെ ആശുപത്രിയിൽ പ്രവേശിച്ചു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ചൈനീസ് സാങ്കേതിക ഭീമനായ ഹുവാവേയുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ പാർലമെന്റിൽ നടന്ന അഴിമതി കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും വീടുകൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ബെൽജിയൻ പ്രോസിക്യൂട്ടർമാർ പറഞ്ഞു. കേസിൽ ഉൾപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന 2 യൂറോപ്യൻ പാർലമെന്റ് സഹായികളുടെ ഓഫീസുകളിൽ സീൽ സ്ഥാപിക്കാൻ കേസിന്റെ ചുമതലയുള്ള അന്വേഷണ ജഡ്ജി ആവശ്യപ്പെട്ടു. ട്രെയിൻ യാത്രാ ദുരിതത്തിൽ വലഞ്ഞ് സിഡ്നിയിലെ യാത്രക്കാർ വ്യാപക ട്രെയിൻ കാലതാമസം നേരിടുന്നതിനാൽ യാത്രയ്ക്കായി മറ്റ് വഴികൾ തേടണമെന്ന് ഗതാഗത ഉദ്യോഗസ്ഥർ യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു. ആഷ്ഫീൽഡിൽ നടത്തിയ അടിയന്തര സിഗ്നൽ അറ്റകുറ്റപ്പണികൾ കാരണം ട്രെയിൻ സേവനങ്ങൾ ഗണ്യമായി കുറഞ്ഞു. തുടർന്നാണ് പ്ലാറ്റ്ഫോമുകളിൽ തിരക്ക് അനുഭവപ്പെട്ടത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൻ എറിക്കുമായി ഫസ്റ്റ് മിനിസ്റ്റർ ജോൺ സീനി കൂടിക്കാഴ്ച നടത്തി. എഡിൻബർഗിലെ ബ്യൂട്ട് ഹൗസിൽ വെച്ചാണ് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. ഏകദേശം 50 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ ട്രംപിന്റെ ഗോൾഫ് റിസോർട്ടുകളെക്കുറിച്ച് മാത്രം സംസാരിച്ചതായും എറിക് പറഞ്ഞു. ബഹ്റിനിലെ സ്കൂളുകൾക്ക് റമദാനിലെ അവസാന 10 ദിവസങ്ങൾ അവധി നൽകണമെന്ന നിർദ്ദേശത്തിന് പാർലമെന്റ് അംഗീകാരം. കഴിഞ്ഞ ദിവസം ചേർന്ന പാർലമെന്റ് സമ്മേളനത്തിലാണ് അംഗീകാരം ലഭിച്ചത്. MP ഹസൻ ബുഖമാസിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾ സമർപ്പിച്ച അടിയന്തര നിർദ്ദേശത്തിന്മേലാണ് അംഗീകാരം ലഭിച്ചത്. ആത്മീയതയിലും പ്രാർത്ഥനയിലും മുഴുകേണ്ട ദിവസങ്ങളാണ് റമദാനിലെ അവസാന 10 നാളുകൾ. ഗുരുതരമായ ഗതാഗത നിയമലംഘനങ്ങൾ നടത്തിയതിന് കഴിഞ്ഞ വർഷം 74 പ്രവാസികളെ നാടുകടത്തിയതായി റിപ്പോർട്ടുകൾ. ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ട്രാഫിക് വകുപ്പാണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അമിത വേഗത, റെഡ് സിഗ്നൽ ലംഘിക്കൽ, അശ്രദ്ധമായി വാഹനമോടിക്കൽ തുടങ്ങിയ വിവിധ നിയമലംഘനങ്ങൾക്ക് പിടികൂടിയവരെയാണ് നാടുകടത്തിയിരിക്കുന്നത്. അതേസമയം വാഹനമോടിക്കുന്നവർ ഗതാഗത നിയമങ്ങൾ പാലിക്കാനും നിയമലംഘനങ്ങൾ ഒഴിവാക്കാനും ആഹ്വാനം ചെയ്യുന്ന പുതിയ ഗതാഗത നിയമം ഏപ്രിൽ 22 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വകുപ്പ് ആവർത്തിച്ചു. കുവൈറ്റിനെ സംരക്ഷിക്കാനും മയക്കുമരുന്ന് കച്ചവടക്കാരെ കർശനമായി അമർച്ച ചെയ്യാനും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥരോട് ആഹ്വാനം ചെയ്ത് സായുധ സേനയുടെ സുപ്രീം കമാൻഡർ അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആസ്ഥാനം സന്ദർശിച്ച വേളയിലായിരുന്നു അമീറിന്റെ ആഹ്വാനം. കുവൈറ്റിൽ നിയമവിരുദ്ധമായി ഭിക്ഷാടനം നടത്തിയ 7 വനിതാ യാചകരെ അറസ്റ്റ് ചെയ്തു. 7 പേരും ജോർദാനിയൻ പൗരത്വമുള്ളവരാണ്. റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ സുരക്ഷാ ക്യാമ്പയിനിലാണ് ഇവരെ പിടികൂടിയത്. പ്രതികളെ കൂടുതൽ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അതോറിറ്റിയിലേക്ക് റെഫർ ചെയ്തു. ഇനിയൊരിടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. രാജ്യത്തെ ജനങ്ങൾക്ക് ഹോളി ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹോളി ജീവിതത്തിൽ പുതിയ ഉത്സാഹവും ഊർജ്ജവും കൊണ്ടുവരുന്നതിനോടൊപ്പം ദേശീയ ഐക്യവും ശക്തിപ്പെടട്ടെ എന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇനി കേരള ഹൈലൈറ്റ്സ്. കരവന്നൂർ കേസിൽ ഹാജരാക്കാനുള്ള ED നോട്ടീസുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി K രാധാകൃഷ്ണൻ MP. ഏത് അന്വേഷണത്തെയും നേരിടാൻ ഭയമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വത്ത് സമ്പാദിച്ചെന്ന് പറഞ്ഞാലേ അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ, അന്വേഷിച്ച് കണ്ടെത്തട്ടെ അദ്ദേഹം വ്യക്തമാക്കി. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 112.51 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 86.93 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 94.23 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.29 US ഡോളർ. ഇനി സ്പോർട്സ്. വനിതാ അണ്ടർ 23 ഏകദിന ടൂർണമെന്റിൽ കേരളം സൗരാഷ്ട്രയ്ക്ക് മുന്നിൽ കീഴടങ്ങി. 3 വിക്കറ്റിനായിരുന്നു സൗരാഷ്ട്രയുടെ വിജയം. ടൂർണമെന്റിൽ കേരളത്തിന്റെ 2ാം തോൽവിയാണിത്. ടോസ് നേടിയ ആദ്യ ബാറ്റ് ചെയ്ത കേരളം 45 ഓവറിൽ 186 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ക്യാപ്റ്റൻ നജ്ല CMC, ഓപ്പണർ മാളവിക സാബു എന്നിവർ മാത്രമാണ് കേരള നിരയിൽ അല്പമെങ്കിലും പിടിച്ചു നിന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. NHS ഇംഗ്ലണ്ടിനെ പിരിച്ചുവിട്ട് ട്രസ്റ്റുകളുടെ പ്രവർത്തന നിയന്ത്രണം ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ. ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഈ തീരുമാനമായി പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാമർ. ഫെഡറൽ ഏജൻസികളെ പിരിച്ചുവിട്ട ആയിരക്കണക്കിന് പ്രൊബേഷണറി തൊഴിലാളികളെ തിരിച്ചെടുക്കണം. നിർണായക ഉത്തരവുമായി കാലിഫോർണിയ ജഡ്ജി. ട്രംപ് ഭരണകൂടം കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നു. 30 ദിവസത്തിൽ കൂടുതൽ US സന്ദർശിക്കുന്ന കനേഡിയന്മാർ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്യണം. പുതിയ നിയമം അടുത്ത മാസം പ്രാബല്യത്തിൽ.
സിറിയയിൽ ഇനി സ്ത്രീകൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യം. ഭരണഘടനാ പ്രഖ്യാപനത്തിൽ സിറിയൻ നേതാവ് അഹമ്മദ് അൽ ഷറ ഒപ്പുവെച്ചു. US മധ്യസ്ഥതയിൽ ഉക്രൈനുമായി ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് തനിക്ക് നിരവധി ചോദ്യങ്ങളുണ്ടെന്ന് വ്ളാഡിമിർ പുടിൻ. പോരാട്ടം നിർത്തലാക്കാനുള്ള US നിർദ്ദേശങ്ങളോട് യോജിക്കുന്നുണ്ടെന്നും പുടിൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പട്ടികയിൽ ഓസ്ട്രേലിയൻ മാംസം കയറ്റുമതിയും ഇടം പിടിച്ചേക്കുന്നുവെന്ന് റിപ്പോർട്ട്. ട്രെയിൻ യാത്രാ ദുരിതത്തിൽ വലഞ്ഞ സിഡ്നിയിലെ യാത്രക്കാർ. വ്യാപകമായ ട്രെയിൻ കാലതാമസം നേരിടുന്നതിനാൽ യാത്രയ്ക്കായി മറ്റ് വഴികൾ തേടണമെന്ന് ഗതാഗത ഉദ്യോഗസ്ഥർ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.